ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും വിവാഹ വാർഷികത്തിൻ്റെ തലേന്നാണെങ്കിൽ നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രമതി രേവതി രേവതി എന്ന് പറഞ്ഞ് ഇങ്ങനെ കീറി വിളിക്കുകയാണ്. രേവതിയും സച്ചിയാണെങ്കിൽ നല്ല റൊമാൻസ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ചന്ദ്രമതി വിളിക്കുന്നത്. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ വരുന്ന സമയത്ത് അമ്മേനെ കാണാം. അമ്മ എപ്പോഴാണ് അമ്മ വന്ന് സുഖലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ രവിയേട്ടൻ ലക്ഷ്മി അവിടെ ഇരിക്കും ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുത്താണ്. ആ സമയത്ത് ചന്ദ്രമതി എടുത്ത് ഇരിക്കാൻ പറയണം. അങ്ങനെ ചന്ദ്രമതി രവിയേട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ലക്ഷ്മി എടുത്ത് വിവരങ്ങളൊക്കെ ഇങ്ങനെ രവിയേട്ടൻ തിരക്കണ സമയത്ത് ചന്ദ്രമതി ആണെങ്കിൽ ലക്ഷ്മിയുടെ കയ്യിലുള്ള ആ ഒരു തട്ടം കാണുകയാണ്. തട്ടം കണ്ട ആവശ്യം തന്നെയാണ് പുള്ളിക്കാരി തോട്ടിയിടാൻ തുടങ്ങി. ഇതെന്താ തട്ടൊക്കെ ആയിട്ട് 50 പവന്റെ സ്വർണ്ണം ഉണ്ടോ, അല്ല പിന്നെ കുറേ ഡയമണ്ട് നെക്ലേസ് ആണ് അതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കാനുണ്ട് സുഹൃത്തുക്കൾ. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാവുകയാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ രവിയേട്ടനെ ശ്രദ്ധിക്കുന്നുണ്ട്. രവിയേട്ടനാണെങ്കിൽ നല്ല രീതിയിൽ ചന്ദ്രമതിയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നത്, ചന്ദ്രേ നിർത്ത്, നമ്മുടെ വിവാഹത്തിന്റെ സമയത്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ മാതിരി നിന്റെ അമ്മ ആരെങ്കിലുമൊക്കെ ഈ പറഞ്ഞ മാതിരി എനിക്കൊരു ഷർട്ടിന്റെ തുണിയെങ്കിലും തന്നിട്ടുണ്ടോ? വെറുതെ എന്നെ കൊണ്ട് നീയായിട്ട് ഇങ്ങനെ സംസാരിപ്പിക്കില്ല കേട്ടോ, നല്ലൊരു ദിവസമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കാനായിട്ട് സുഹൃത്തുക്കളെ. പിന്നീടാണെങ്കിൽ നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ ആ ഒരു തട്ടം കൊടുക്കുന്ന സമയത്ത് ചന്ദ്രമതി മേടിക്കാൻ മടി കാണിക്കുകയാണ്. അപ്പൊ ചന്ദ്ര പറഞ്ഞിട്ട് രവിവേട്ടൻ ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ രവിവേട്ടനും ചന്ദ്രമതിയും കൂടിയിട്ട് ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് ഒരു തട്ടവും കാര്യങ്ങളൊക്കെ മേടിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ സച്ചിയുടെ കയ്യിൽ തുണിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ലക്ഷ്മി കൊടുക്കുന്ന സമയത്ത് സച്ചി പറഞ്ഞു, എന്തിനാണ് അമ്മ ഇതൊക്കെ, നമ്മൾ തമ്മിൽ ഇതൊക്കെ വേണോ, അമ്മ എൻ്റെ സ്വന്തം അമ്മേനെ പോലെയാണ് ഞാൻ കരുതുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ലക്ഷ്മി പറയുന്നത്, മോനെ അതെനിക്കറിയാം, മോനെ ഞാൻ എൻ്റെ സ്വന്തം മോനെ പോലെയാണ് കാണുന്നത്, എൻ്റെ ശരത്തിനെ ഞാൻ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് മോനെയും കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോഴും ചന്ദ്രമതിക്ക് ഇതൊന്നും പറ്റില്ല. ചന്ദ്രമതി ഇങ്ങനെ താഴത്തെ സോഫയിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് എന്താ ഈ പറയണമെന്ന് ഉള്ള വിധത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്രൊമോ പോയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക.